നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വൻ അപകടം. KSRTC ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. പന്നിത്തടം അപകടം. KSRTCക്കെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും ആക്ഷേപങ്ങൾ. ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭിച്ചില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ. അപകടത്തെ തുടർന്ന് മറ്റൊരു ബസ് ലഭ്യമാക്കുന്നതിൽ KSRTC അധികൃതർ അലംഭാവം വരുത്തിയെന്ന പരാതിയുമായി യാത്രക്കാരും രംഗത്ത്. ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 8 സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ്സുടമ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ്സുടമ സംയുക്ത സമിതി തീരുമാനിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. മുൻ നഗരസഭാ കൌൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് കാണിപ്പയ്യൂർ സ്വദേശി ലതാഭവനിൽ 65 വയസ്സുള്ള ശശികുമാറിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. ക്രൈസ്തവർ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ഭക്തിസാന്ദ്രം. 6 ലക്ഷത്തോളം പേർ ദുഃഖാന ഊട്ടിൽ പങ്കെടുത്തു. ആർത്താറ്റും മറ്റത്തും നടന്ന തിരുനാൾ ശുശ്രൂഷകളിൽ നിരവധി പേർ പങ്കെടുത്തു. ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജൂലൈ 8 സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ്സുടമ സംഘടനകളുടെ കൂട്ടായ്മ ബസ്സുടമ സംയുക്ത സമിതി തീരുമാനിച്ചു. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ഈ ചലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക്. സമരം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷവും സർക്കാർ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇല്ലാത്തതിനാലാണ് പണിമുടക്കിനിറങ്ങുന്നതെന്ന് ബസ്സുടമകൾ പറഞ്ഞു. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ നയം കാരണം 15 വർഷം മുമ്പ് സംസ്ഥാനത്ത് 34,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് നിലവിൽ 8,000-ൽ താഴെയായി ചുരുങ്ങിയെന്നും ബസ്സുടമകൾ പറഞ്ഞു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വൻ അപകടം. KSRTC ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 1:30 അപകടമുണ്ടായത്. KSRTC ബസ്സിലെ ഡ്രൈവർമാരായ രാജേഷ്, കണ്ടക്ടർ ഷൈജു അബ്രഹാം, ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ, ബസ് യാത്രക്കാരായ സജീവ്, സതീഷ്, എൽസൺ, ഷമീർ, ഷീന, ലിജി, ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്നു ലോറി. അക്കിക്കാവ് ഭാഗത്തു നിന്നും വന്ന് പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഈ ജംഗ്ഷൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ 2 സ്റ്റോപ്പിംഗ് ഉണ്ട്. ഈ 2 സ്റ്റോപ്പിംഗ് കഴിഞ്ഞ് സ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പുറത്തു നിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഈ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കേടി ഇടിച്ചത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ലോറി ഇടിച്ചത്. ലോറി വന്ന് ഇപ്പുറത്ത് നല്ല സ്പീഡിൽ വന്നിട്ടാണ് ഇടിച്ചത്. ഇല്ലെന്ന് പറയാനില്ല. അവർ ഇടിക്കുക വിൻഡോ പൊടിച്ച് താഴെ വീണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത്. ഡ്രൈവർ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു. ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസ്സും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്ത് ഇടിച്ചു നിന്നു. 2 വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും യാത്രക്കാരും, എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ, കടങ്ങോട് പഞ്ചായത്ത് ആംബുലൻസ് പ്രവർത്തകർ, കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ, CH സെന്റർ ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എരുമപ്പെട്ടിയിൽ നിന്നും കുന്നംകുളത്ത് നിന്നും പോലീസും എത്തിയിരുന്നു. പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സാരമായി പരിക്കേറ്റ 2 യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിലെ മറ്റു യാത്രക്കാരെ പുലർച്ചെ 4 മണിയോടെ KSRTC ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും ബസ് എത്തിച്ച് കൊണ്ടുപോയി. പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ചു കയറി കേടുപാടുകൾ സംഭവിച്ചത്. ബൈപ്പാസ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം 8ാമത്തെ അപകടമാണ് പന്നിത്തടം സെന്ററിൽ നടക്കുന്നത്. പന്നിത്തടത്ത് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ബസ്സിലെ യാത്രക്കാർ ടിക്കറ്റ് നൽകിയ KSRTC ഡിപ്പോയിലേക്ക് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രതികരണം പോലും ലഭിച്ചില്ലെന്ന് പരാതി. പിന്നീട് മറ്റൊരു ഡിപ്പോയിലേക്ക് വിളിച്ചതിനെ തുടർന്നാണ് സഹായം ലഭിച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞാണ് പകരം ബസ് എത്തിയത്. അതുവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡിൽ കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ടായി. റിസർവേഷൻ സമയത്ത് ഡിപ്പോയിൽ നിന്നും നൽകിയ നമ്പറിലേക്കായിരുന്നു സഹായത്തിനായി യാത്രക്കാർ വിളിച്ചത്. എന്നാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടം നടന്ന് അരമണിക്കൂറിന് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു പ്രതികരണവും ലഭിച്ചില്ല. പിന്നീട് കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും തൃശൂരിലെ നമ്പർ ലഭിക്കുകയും ഇവിടെ ബന്ധപ്പെട്ടപ്പോഴാണ് ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും ബസ് അയച്ചത്. 3 മണിക്കൂറിന് ശേഷം ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും KSRTC എത്തി പരിക്കേൽക്കാത്ത യാത്രക്കാരുമായി കുമളിയിലേക്ക് യാത്ര തിരിച്ചു. कोई कॉल को स्वीकार नहीं कर रहे हैं. 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ് വരുന്ന അരമണിക്കൂർ മുമ്പ് ടിപ്പോയിൽ നിന്ന് നമുക്ക് വന്നേക്കുന്ന ഇതിനകത്തുള്ള നമ്പറാണ്. അതിനകത്ത് നമ്മളോട് വിളിച്ചിട്ട് ഇതാ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബസ് വരുന്ന വഴിക്ക് നിന്നിട്ട് ഇതിന് ഹെഡ്ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് അവിടുന്ന് ഫീസ് എല്ലാം മാറ്റി കുത്തി വന്ന ബസ്സാണ്. വളരെ നല്ല ഡ്രൈവറാട്ടോ അയാള്. ഡ്രൈവർ നല്ല ജീവൻ കിട്ടിയിട്ടുണ്ട് അവർ രണ്ടുപേരും. മെഡിക്കൽ കോളേജിനെതിരെ അതിഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. പന്നിത്തടത്ത് KSRTC ബസ്സും മിനിലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ KSRTC ഡ്രൈവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണവുമായാണ് ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസിന്റെ ഡ്രൈവർ രംഗത്തെത്തിയിട്ടുള്ളത്. ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർ രാജേഷിനെ കുന്നംകുളത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സാദിഖ് എന്ന ആംബുലൻസ് ഡ്രൈവറാണ് ഗുരുതരാക്ഷേപവുമായി രംഗത്തെത്തിയത്. പുലർച്ചെ 2:30 മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ച രോഗിയെ നോക്കാൻ പോലും ജീവനക്കാർ തയ്യാറായില്ലെന്നും ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ സാധിക്കില്ലെന്ന് ജീവനക്കാർ പറഞ്ഞതായും സാദിഖ് പറയുന്നു. നമ്മൾ പന്നിടത്തൊരു ബസ്സും ലോറിയും കൂടെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല. ആദ്യം നമ്മൾ മലങ്കരയ്ക്ക് എത്തിച്ചു. ഒരു 10-12 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ കുറച്ച് ക്രിട്ടിക്കലായ കാരണം നമ്മൾ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. അവിടെ എത്തിയപ്പോൾ നേരെ കാഷ്വാലിറ്റി ബൈസ്റ്റാൻഡർ ആരുമില്ല. ഞാൻ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം. ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ. ഇരു ചെവികളിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയിലായിരുന്നു KSRTC ഡ്രൈവർ. നിങ്ങൾ എന്താണിങ്ങനെ പെരുമാറുന്നതെന്ന് ചോദ്യം ചെയ്ത സാദിഖിനോട് സെക്യൂരിറ്റി ജീവനക്കാർ തട്ടിക്കയറിയെന്നും സാദിഖ് വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇവിടെ ആരുമില്ലെന്ന് വെച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരെ വന്നിട്ട് നമ്മളെടുത്ത് റൈസായി ചൂടായി ചെറിയ പ്രശ്നമായി വർത്താനായി. ഡോക്ടേഴ്സ് എണിച്ചു. ആൾക്കാണെങ്കിൽ ബാക്കിയുള്ള ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കാനും മടി. അപ്പോൾ നമ്മളവിടെ വർത്താനാക്കിയപ്പോൾ ആൾ എണിച്ചു. കുറേ പേപ്പേഴ്സ് അങ്ങോട്ട് നോക്കി ഒരു 3/4 മണിക്കൂർ അങ്ങനെ നിർത്തി. ഇതിനിടയിലെത്തിയ ഡോക്ടർ ഇതൊരു സർക്കാർ ആശുപത്രിയാണെന്നും ഇവിടെ ഇങ്ങനെയൊക്കെയേ നടക്കൂ എന്നും പറഞ്ഞു. അവിടെ റിസ്കിൽ കൊണ്ടുപോകാൻ പറ്റുവെച്ചെങ്കിൽ അവരെ കൊണ്ടുപോയി നമ്മുടെ റിസ്കിൽ തന്നെ ക്യാഷ്വാലിറ്റി നമ്മളവരെ വർത്താനം ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറയുന്നത് 2 മിനിറ്റ്. അപ്പം ഞാൻ ചോദിച്ചു ഇയാളുടെ അവസ്ഥ ഇത്ര മോശമായിട്ട് ഉണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഡോക്ടർ. 1 മണിക്കൂറോളം യാതൊരു ചികിത്സയും നടത്താതെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ കിടത്തി. ഇയാൾ ഛർദ്ദിച്ചതിൽ രക്തത്തിന്റെ അംശം കൂടി കണ്ടതോടെ സാദിഖ് KSRTCയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് അവർ അറിയിച്ചതോടെ സാദിഖ് തന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ രോഗിയെ തൃശൂരിലെ അമല ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്നു. നമ്മളവിടെ എത്തുമ്പോഴത്തേനും ആളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. മൂക്കിൽ നിന്നും ചെവിട്ടിൽ നിന്ന് ആകെ ബ്ലഡും ആകെ കുറേ വൊമിറ്റിയൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല. കാരണം ഇവരൊന്നും നോക്കണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവർ റെഡ് സോണി കൊണ്ടുപോകുന്നു. റെഡ് സോണി കൊണ്ടുപോയിട്ടും അവിടെ വെറുതെ കെടുപ്പന്നെ ബെഡില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോളിൽ തന്നെ നിർത്തിക്കുക അവർ. അപ്പോൾ നമ്മുടെ റിസ്കിൽ തന്നെയാണ് നമ്മൾ വേഗം നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലേക്ക് കൊണ്ടുപോയി. ഐസ്യുവിൻ്റെ വിളിക്കാതെ നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐസ്യുവിൻ്റെ വിളിക്കുന്ന എന്തായാലും 10-20 മിനിറ്റ് പിടിക്കും. അപ്പോൾ നമുക്ക് അവിടെ 10-11 കിലോമീറ്റർ നമ്മൾ പെട്ടെന്ന് നമ്മുടെ റിസ്കിൽ നമ്മുടെ വണ്ടിയിൽ നേരെ അമ്പലേക്ക് കൊണ്ടുപോയി. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നിരന്തരമായി ആക്ഷേപം ഉയരുമ്പോഴാണ്
തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായൊരു ആരോപണം വരുന്നത്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് കാണുമ്പോൾ തന്നെ ആളുടെ മുഖത്ത് മൊത്തം ബ്ലഡും ഫുള്ള് ബ്ലീഡിങ് ആയിരുന്നു ആളുടെ ശരീരത്തിൽ. നമ്മൾ റെഡ് സോണിൽ നിന്ന് നമ്മൾ തല്ലൂടി വരുന്നിടത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ആള് പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നാളെ ഉണ്ട് നമ്മളടുത്ത് വെച്ച് കണ്ടിട്ട് നമുക്ക് കണ്ണീന്നൊക്കെ വെള്ളം വന്നോടി. കാരണം 3/4 മണിക്കൂറായിട്ട് അവർക്ക് ആരും ഒന്നും ചെയ്യുന്നില്ല. പന്നിത്തടം അപകടം രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയവരിൽ ഫോട്ടോഗ്രാഫറായ സന്യയും. നാട്ടുകാരെ വിളിച്ചുകൂട്ടി രക്ഷാപ്രവർത്തനത്തിന് ഏകോപിത ശ്രമം നടത്തിയത് സന്യയുടെ നേതൃത്വത്തിലായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ച സമയമായതിനാലും ആളുകളെല്ലാം ഉറക്കത്തിലായിരുന്നതിനാലും അപകടസ്ഥലത്തെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. പുലർച്ചെ 1:30 അപകടമുണ്ടായത്. സെന്ററിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയം സെന്ററിലുള്ള ചിന്നൂസ് എന്ന പേരിലുള്ള തന്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോ ആൽബം തയ്യാറാക്കുകയായിരുന്നു സന്യ. വലിയ ശബ്ദവും നിലവിളിയും കേട്ട് ഓടിയെത്തിയപ്പോഴാണ് സന്യ അപകടത്തിന്റെ ഭീകരദൃശ്യം കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. വാഹനങ്ങളിൽ നിന്നും പരിക്കുപറ്റിയവരെ പുറത്തിറക്കുവാനും ആംബുലൻസുകളിൽ കയറ്റുവാനും റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുവാനും സന്യ മുന്നിലുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിയോടെയാണ് സന്യ അപകടസ്ഥലത്തു നിന്നും മടങ്ങിയത്. നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഓടി വന്ന് നോക്കണത്. അപ്പോൾ KSRTC മീൻവണ്ടിയാണ് തമ്മിൽ ഇടിച്ചിരിക്കുന്നത്. കോഴിക്കോട് കുമളിക്ക് പോകുന്ന KSRTC ബസ് പന്നിത്തടം കേച്ചേരി റോട്ടിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് മീൻവണ്ടി വടക്കാഞ്ചേരി റോട്ടിലേക്കായിരുന്നു കടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇടിയുണ്ടായതാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ യാത്രക്കാർ പറഞ്ഞു മീൻവണ്ടിയിലെ ഡ്രൈവറെ ഇതായിട്ട് ഇങ്ങനെ ഇടിച്ച ഇതിൽ തെറിച്ച് വീണു എന്ന് പറഞ്ഞു. പുറത്തേക്ക് KSRTC ഡ്രൈവർ പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തലയ്ക്ക് നല്ല പരിക്കുമുണ്ട്, നല്ലപോലെ രക്തം പോയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേരെ അല്ലമീനും പിന്നെ നമ്മുടെ മലങ്കര ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. KSRTC ഡ്രൈവർക്ക് ഇത്തിരി സീരിയസ് ആണ്. കണ്ടക്ടർക്ക് കാലിന് പരിക്കുണ്ട്. പിന്നെ അതിലൊരു സർജറി കഴിഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിനും സീരിയസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപകടം നിത്യസംഭവമായ പന്നിത്തടം സെന്ററിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സിഗ്നൽ ലൈറ്റുകളും സ്പീഡ് ബ്രേക്കറുകളും ദിശാബോർഡുകളും ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പന്നിത്തടം സെന്ററിൽ നടന്ന സമരം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അധ്യക്ഷനായി. വിഷ്ണു അമ്പാടി, രാജേഷ് കുട്ടഞ്ചേരി, E ചന്ദ്രൻ, അഭിലാഷ് കടങ്ങോട്, MV ധനീഷ്, ബാബു അദൂർ, ജോജു കൊളങ്ങാടൻ, രാജേഷ് അയ്യാൽ, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ റോഡുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് 100 കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ പൊതു റോഡുകളിൽ പിടഞ്ഞു വീണ് മരിച്ചത്. ഈ തൃശ്ശൂർ മഹാനഗരത്തില്, തൃശ്ശൂർ റൗണ്ടില് ഈ പോലീസിന്റെയും സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെ അധികാര സ്ഥാപനങ്ങളുടെ തിരുമുറ്റത്ത് റോട്ടില് കുഴിയിൽ വീണ ബൈക്ക് യാത്രകൻ വണ്ടി കയറി മരിച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നേ ഉള്ളൂ. ആർക്കാണ് ഇവിടെ സംരക്ഷണം കൊടുക്കാൻ ഈ സർക്കാർ സാധിക്കുന്നത്? ആർക്കാണ് സംരക്ഷണം കൊടുക്കാൻ സർക്കാർ സാധിക്കുന്നത്? എത്ര വർഷമായി ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട്? 4 വർഷത്തിലധികമായി ഒരു 20 കിലോമീറ്റർ റോഡ് പണിയാൻ കേരളത്തിലെടുക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ ഒരു ദിവസം 100 കണക്കിന് കിലോമീറ്റർ ഹൈവേ പണിയുന്ന സമയത്താണ് ഇവിടെ 20 കിലോമീറ്റർ ദൂരമുള്ളൊരു റോഡ് പണിത് പൂർത്തിയാക്കാൻ 4 വർഷത്തിലധികം സമയമെടുത്തത്. എത്ര ആക്സിഡന്റുകൾ ഈ റോട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി? എത്ര ആക്സിഡന്റുകൾ? ആരെങ്കിലും നടപടിയെടുത്തോ? ആർക്കെങ്കിലും അതിൽ കുറ്റബോധമുണ്ടോ? ഇനി നാം കാണാൻ പോകുന്നത് എന്താ? ഈ റോഡ് പണി കഴിഞ്ഞ് അതിന്റെ ഫ്ലെക്സുമായി ഇവിടുത്തെ സഖാക്കൾ ഇറങ്ങും. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചു. മുൻ നഗരസഭാ കൗൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് കാണിപ്പയ്യൂർ സ്വദേശി ലതാഭവനിൽ 65 വയസ്സുള്ള ശശികുമാറിനെയാണ് ഇന്നലെ രാവിലെ 8 മണിയോടെ തെരുവുനായ ആക്രമിച്ചത്. തുടർന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവുനായെ തൃശൂരിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചതായി കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ശശികുമാറിനെ തെരുവുനായ പാഞ്ഞെത്തി കൈയിൽ കടിക്കുകയായിരുന്നു.
സംഭവത്തിൽ പരിക്കേറ്റ ശശികുമാർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമകാരിയായ തെരുവുനായ മേഖലയിലെ മറ്റു തെരുവുനായ്ക്കളെ ആക്രമിച്ചതായും മറ്റ് ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമം നടത്തിയതായും നാട്ടുകാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആഴക്കടലും തീരവും സമ്പന്നർക്ക് തീരെഴുതി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATU സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ചാവക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴക്കടലിൽ വലിയ കപ്പലുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താൻ അനുമതി നൽകുകയും കിലോമീറ്ററോളം കരിമണൽ ഖനനം നടത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മതനിരപേക്ഷത മതം നിലനിൽക്കുന്നു. എല്ലാ മതങ്ങൾക്കും നിലനിൽക്കാനുള്ള അധികാരാവകാശങ്ങളുണ്ട്. മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ഭരണഘടന ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഏതിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അധികാരാവകാശങ്ങൾ നിലനിർത്തുന്ന മതനിരപേക്ഷ ഉള്ളടക്കം. മതത്തെ ഇല്ലായ്മ ചെയ്യാന്നുള്ളതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ ആരും ഇപ്പോഴും ഈ ഇന്ത്യയിൽ ഒരു മുദ്രാവാക്യമായിട്ട് വെച്ചിട്ടില്ല. വിശ്വാസികളെ ഉപയോഗിക്കാതെ വർഗീയതയെ പോലും പ്രതിരോധിക്കാനാവില്ല. വർഗീയതയെ പ്രതിരോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താരാണ് എന്ന ചോദ്യത്തിന് ഉറച്ച ഉത്തരം വിശ്വാസികൾ തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അനിവാര്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അംഗീകരിക്കാത്ത ആളുകളാണ് RSSകാർ. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയെ വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട്. വിശ്വാസിക്ക് വർഗീയവാദിയാകാൻ കഴിയില്ലെന്നും വർഗീയവാദി വിശ്വാസിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് നമ്മുടെ മേലെ പ്രയോഗിക്കുകയാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ മേലെ വർഗീയവാദികളായ വിശ്വാസമില്ലാത്ത ആളുകൾ രാഷ്ട്ര മേധാവിത്വത്തിലേക്ക് കടക്കാൻ മതത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ഈ വർഗീയവാദികൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യവും, വർഗീയവാദികൾക്ക് വിശ്വാസമില്ല, വിശ്വാസികൾക്ക് വർഗീയവാദിയാവാനുമാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വർഗീയവാദങ്ങൾക്കെതിരായി, അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും, ആ വർഗീയതക്കെതിരായിട്ട് ഉറച്ചു നിൽക്കേണ്ടുന്ന വർഗവിഭാഗേത വിശ്വാസികൾ തന്നെയാണ്. അത് മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും അതുപോലെ തന്നെ ഹിന്ദു ആയാലും ആരായാലും. ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ പട്ടികയിൽ ഇപ്പോഴും മുമ്പ് ഇത്രത്തോളം RSSനെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെ പോലെ പറയാനൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കാസ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പതിപ്പായി ഗാസ മാറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ, NK അക്ബർ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TT ശിവദാസ്, MA ഹാരിസ് ബാബു, ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ ക്ലൈനസ് റൊസാരിയോ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, KA റഹീം, IK വിഷ്ണുദാസ്, KM അലി, പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ പാതയോരത്ത് നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് കെട്ടിടത്തിന് മുകളിലേക്ക് വീണു. ഒഴിവായത് വലിയ അപകടം. ബുധനാഴ്ച രാത്രി 7 മണിയോടെ ശക്തമായ കാറ്റിനെ തുടർന്ന് അൻസാർ ആശുപത്രിക്ക് സമീപമുള്ള മരം വീണു. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കെട്ടിടത്തിന് മുകളിലും താഴെയുമായി നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പാതയോരങ്ങളിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതികൾക്ക് അധികൃതർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ ഉടൻ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ തോമസ് ലീഹയുടെ ദുക്രാന തിരുനാൾ ഭക്തിസാന്ദ്രം. 6 ലക്ഷത്തോളം പേർ ദുക്രാന ഊട്ടിൽ പങ്കെടുത്തു. രാവിലെ 6:30 അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ലതീഞ്ഞ നൊവേന, തളിയക്കുളക്കരയിൽ നിന്നും കൊടിയേറ്റ് പ്രദക്ഷിണവുമുണ്ടായി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ എന്നിവർ ചേർന്ന് നേർച്ചയൂട്ട് ആശീർവാദം നിർവഹിച്ചു. രാവിലെ 10 മണിക്ക് നടന്ന ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അജിത് കൊള്ളന്നൂർ, ഫാദർ മാനുവൽ എന്നിവർ സഹകാർമ്മികരായി. ദിവ്യബലിക്ക് ശേഷം പാലയൂർ ഫൊറോന യൂത്ത് CLC അവതരിപ്പിച്ച മെഗാ മാർഗം കളിയും നടന്നു. ഉച്ചകഴിഞ്ഞ് 2:30 USA
ബാൾട്ടിമോർ ഡെഫ് മിനിസ്ട്രിയുടെ അധ്യക്ഷൻ ഫാദർ മെക്കിൾ ഡെപ്സിക് മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബധിരർക്കായിട്ടുള്ള വിശുദ്ധ കുർബാനയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ ഡെഫ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. വിവിധ സമയങ്ങളിലായി നടന്ന ദിവ്യബലിക്ക് ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം, ഫാദർ ലിവിൻ കുരുതുക്കുളങ്ങര എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 1/2 ലക്ഷത്തോളം വിശ്വാസികൾ തോമാസ് ലീഹായുടെ അനുഗ്രഹത്തിനായും നേർച്ച ഊട്ടിനായും എത്തി. നേർച്ച ഊട്ടും പായസവും പാഴ്സലായി കൊണ്ടുപോകാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ജൂലൈ 12, 13 തീയതികളിൽ നടത്തുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം മെൽബൺ രൂപത എമിറേറ്റ്സ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സേവ്യർ വാഗയിൽ, ഹൈസൺ PA, ചാക്കോ പുലിക്കൂട്ടിൽ, സി ടെസ്ലിൻ, വിവിധ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂരിന്റെ പുണ്യഭൂമിയെ ആവേശത്തിരയിലാക്കി മെഗാ മാർഗം കളി. മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലാണ് ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് മെഗാ മാർഗംകളി അരങ്ങേറിയത്. കേരളം സന്ദർശിച്ച തോമസ് ലീഹായുടെ ചരിത്രം ചടുലമായ ചുവടുകളിലൂടെ അവതരിപ്പിച്ചത് പാലൂർ ഫൊറോന യൂത്ത് CLC സംഘടനയുടെ 30ഓളം കലാകാരികളാണ്. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെ ദേവാലയത്തിൽ ആഘോഷങ്ങൾ തുടങ്ങി. ലതീഞ്ഞ്, നൊവേന, തളിയാക്കുളക്കരയിൽ നിന്നും കൊടിയേറ്റ പ്രദക്ഷിണം, നേർച്ചയൂട്ട് ഉദ്ഘാടനം, കൊടിയേറ്റം എന്നിവയ്ക്ക് ശേഷമാണ് ദേവാലയ അങ്കണത്തെ ആവേശത്തിലാക്കി മാർത്തോമ നസ്രാണികളുടെ പരമ്പരാഗത നൃത്ത കലാരൂപമായ മാർഗംകളി അരങ്ങേറിയത്. സെക്രട്ടറി ഹൃദിൽ മാർത്തോമ ശ്ലീഹായെപ്പറ്റിയും കേരള ക്രൈസ്തവരുടെ പരമ്പരാഗത നൃത്ത കലാരൂപമായ മാർഗംകളിയെപ്പറ്റിയുമുള്ള ലഘുവിവരണം ആമുഖമായി നൽകി. CLC പ്രസിഡന്റ് മെസ്ബിൻ, മറ്റു CLC ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചട്ടയും മുണ്ടും അണിഞ്ഞ കലാകാരികളുടെ ചുവടുകൾ കാണാൻ നിരവധി പേരെത്തി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഹായുടെ ഭക്തിനിർഭരമായ സ്മരണയിൽ നടന്ന ദുക്രാന തിരുനാൾ ആഘോഷത്തിൽ വ്യാഴാഴ്ച രാവിലെ 6 മണിക്കും 7:30 ദിവ്യബലി നടന്നു. 9:45 ഇടവകയിലെ തോമസ് നാമധാരികളുടെ സംഗമത്തിന് ശേഷം നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അതിരൂപത സഹായം മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. തുടർന്ന് ഇടവക വിശ്വാസികൾ വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. തിരുനാൾ പ്രദക്ഷിണത്തിന് എളവള്ളി പള്ളി വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ടനായ്ക്കൽ നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച പായസ വിതരണവും ഉണ്ടായി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, ഇടവകയിലെ തോമസ് നാമധാരികൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് 7 മണി മുതൽ ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യം സ്റ്റേജ് ഷോ അരങ്ങേറും. മറ്റം ഇടവകയിലെ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാളിൽ ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാതരു വളർന്നു വരുന്നത്, പുഷ്പിക്കുന്നത് എന്ന് തെർത്തുല്യൻ ആദിമസഭയിൽ പഠിപ്പിച്ചെങ്കിൽ അത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഇടമാണ് മറ്റം. ഈ മറ്റത്തിൻ്റെ മണ്ണിൽ തഴച്ചു വളരുന്ന ഈ സഭാതരു മൈലാപ്പൂരിൽ തോമാസ് ലീഹ ചിന്തിയ തിരുരക്തത്തിൻ്റെ ആ രക്തത്തിൻ്റെ ഫലമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ തിരുനാൾ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ പ്രവർത്തനമായിട്ട് തുടരട്ടെ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലായ ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാളാഘോഷം സമാപിച്ചു. തിരുനാൾ തലേന്ന് ബുധനാഴ്ച തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നൊവേനയും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ചയാണ് തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചത്. കാലത്ത് 6-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 10-ന് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ചർച്ചിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. ഏങ്ങണ്ടിയൂർ MI ആശുപത്രി ഡയറക്ടർ ഫാദർ ഡൊമിൻ തറയിൽ തിരുനാൾ സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ തോമസ് നാമധാരികളെ ആദരിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. മുത്തുകുടകളുടെയും ബാൻഡ് സെറ്റിന്റെയും അകമ്പടിയോടെ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ഊട്ടുനേർച്ചയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുത്തു.
ഈ ദിവസങ്ങളിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തകുരിശുപാറ, വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് എന്നിവ വണങ്ങുന്നതിന് ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. തിരുനാളിന് ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, ഇടവക ട്രസ്റ്റിമാരായ റാഫി പുലിക്കോട്ടിൽ, പീറ്റർ ചെമ്മണ്ണൂർ, വർഗീസ് വാഴപ്പിള്ളി, കൺവീനർമാരായ ഷൈജു ആളൂർ, ആൻഡോ ചെമ്മണ്ണൂർ, ജോഷി വാഴപ്പിള്ളി, റോസ്ലി സിബി എന്നിവർ നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാളിന്റെ ഭാഗമായി മാർഗംകളി അവതരണം നടന്നു. രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയെ തുടർന്നായിരുന്നു മാർഗംകളി അവതരിപ്പിക്കപ്പെട്ടത്. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. മദർ സിസ്റ്റർ ലിറ്റി ജോസഫ് CSS, ജിയ ജോയ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂനിയർ CLC ആൻഡ് ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെയും നേതൃത്വത്തിലായിരുന്നു മാർഗംകളി അവതരണം. ചാലിശ്ശേരി സ്വദേശി ദുബായിൽ ഷോക്കേറ്റ് മരിച്ചു. കൊളവർണിയിൽ മാനുവിന്റെ മകൻ 24 വയസ്സുള്ള അജ്മലാണ് മരിച്ചത്. ദുബായിൽ ഇലക്ട്രീഷ്യൻ ജോലി ചെയ്തു വരികയായിരുന്ന അജ്മലിന് ബോട്ടിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. കനത്ത മഴയിൽ നൂറടിത്തോട്ടിൽ വെള്ളം നിറഞ്ഞത് കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിന് തടസ്സമായി. അപ്രോച്ച് റോഡ് നിർമ്മാണം, പാലത്തിന്റെ വശങ്ങളുടെ സംരക്ഷണം തുടങ്ങിയവയാണ് പൂർത്തിയാക്കാനുള്ളത്. ഒരു ബീമിന് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാനുണ്ട്. മഴക്കാലത്തിനു മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ മൂലം തോടിൽ വെള്ളം നിറയുകയായിരുന്നു. ഇതോടെ നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. കാട്ടകമ്പാൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽക്കടവ് പാലം കം ചെക്ക് ഡാം നിർമ്മാണം 2018 തുടങ്ങിയത്. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നതെങ്കിലും 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. ഇതോടെ സർക്കാർ കരാർ റദ്ദാക്കി. തുടർന്ന് റീടെൻഡർ നടത്തി പുതിയ കരാറുകാരനെ നിർമ്മാണ ജോലി ഏൽപ്പിക്കുകയായിരുന്നു. നൂറടിത്തോട്ടിൽ വെള്ളം നിറയുന്നതിനാൽ മാർച്ച് മുതൽ മെയ് മാസം വരെ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയുകയുള്ളൂ. തോട്ടിൽ വെള്ളം കുറയുന്ന മുറയ്ക്ക് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് കരാറുകാർ. കടവല്ലൂർ തിപ്പലശ്ശേരിയിൽ വീടിന്റെ ചുമർ തകർന്നു വീണു. ഉറങ്ങിക്കിടന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കരിമ്പനയ്ക്കൽ രഞ്ജിത്തിന്റെ വീടിന്റെ ഒരു വശത്തെ ചുമരാണ് വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ മഴയിൽ തകർന്നത്. പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സുഹൃത്ത് അജിത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രഞ്ജിത്തും ഭാര്യയും കുട്ടികളും അകത്തുള്ള മുറിയിലാണ് ഉറങ്ങിയിരുന്നത്. വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അജിത്ത് കിടന്നിരുന്ന മുറിയുടെ ചുമർ തകർന്നു വീണത് കണ്ടത്. നിർധന കുടുംബമായ രഞ്ജിത്തും സുഹൃത്തും നിർമ്മാണ തൊഴിലാളികളാണ്. വിവരമറിഞ്ഞ് വാർഡ് മെമ്പറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. അപകടാവസ്ഥയിലുള്ള വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. വെള്ളിച്ചില്ലം വിതറി പാറന്നൂർ ചിറ, മനം നിറഞ്ഞ സഞ്ചാരികൾ. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാറന്നൂർ ചിറ നിറ യൗവനത്തിലേക്ക് തിരിച്ചെത്തിയതോടെ നിരവധി പേരാണ് മനം കുളിർപ്പിക്കുന്ന കാഴ്ച ആസ്വദിക്കാനായി എത്തുന്നത്. തങ്ങളുടെ വാഴച്ചാൽ എന്ന പേരിൽ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറ. കാർഷിക ആവശ്യത്തിനായുള്ള വെള്ളം സംഭരിക്കുന്ന ചിറ മഴ കനത്തതോടെ നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ദിവസങ്ങളോളം മഴ നിർത്താതെ പെയ്തതും വാഴാനി ഡാം തുറന്നതും വഴി ചിറ നിറഞ്ഞു കവിഞ്ഞ സ്ഥിതിയിലാണ്. കൂറ്റൻ പാറക്കല്ലുകളിൽ തട്ടി പതഞ്ഞൊഴുകുന്ന വെള്ളത്തുള്ളികളുടെ കളകളാരവത്തിന്റെ സംഗീതം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റ് അവധി ദിനങ്ങളിലുമാണ് കൂടുതൽ സഞ്ചാരികൾ ചിറ സന്ദർശനത്തിനായി വരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തീർത്ത കവാടവും കോൺക്രീറ്റ് കൈവരികളും ഇരിപ്പിടങ്ങൾക്കുമൊപ്പം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും ചിറയുടെ സൗന്ദര്യത്തിന് കൂടുതൽ മിഴിവേകുന്നുണ്ട്. നിരവധി സംഗീത ആൽബങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ളവർ പോലും ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി കുടുംബത്തോടൊപ്പം ഇവിടെ എത്തുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ചിറ സാധാരണക്കാരുടെ പ്രധാന സഞ്ചാര കേന്ദ്രമായതോടെയാണ് പാവങ്ങളുടെ വാഴച്ചാൽ എന്ന പേര് ലഭിച്ചത്. ചുരുങ്ങിയ ചെലവിൽ മനം കുളിർപ്പിക്കുന്ന കാഴ്ച ആസ്വദിക്കാം എന്നതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറ മഴക്കാലമായതോടെ തന്റെ വന്യമായ സൗന്ദര്യം വീണ്ടെടുത്ത്
കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ദൃശ്യഭംഗിയോടെ അതീവ സുന്ദരിയായി മാറിയിരിക്കുകയാണ്. ആയിരത്തി 201 ആണ്ടിലെ ഗുരുവായൂർ ദേവസ്വം പഞ്ചാംഗം പ്രകാശനം ചെയ്തു. ഗുരുവായൂരപ്പന്റെ സോപാനപ്പടിയിൽ ആദ്യ പകർപ്പ് സമർപ്പിച്ച ശേഷമായിരുന്നു പ്രകാശനം. ക്ഷേത്രം കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയും ദേവസ്വം ഭരണസമിതി അംഗവുമായ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന് പഞ്ചാംഗം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. തുടർന്ന് തന്ത്രി പഞ്ചാംഗം ദേവസ്വം കമ്മീഷണറും റവന്യൂ ദേവസ്വം വകുപ്പ് സെക്രട്ടറിയുമായ MG രാജമാണിക്യം IAS-ന് സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, PRO വിമൽ G നാഥ്, മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, കലാനിലയം സൂപ്രണ്ട് മുരളി പൊറനാട്ടുകര, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ നഗരസഭയുടെയും തൈക്കാട് ഗുരുവായൂർ പൂക്കോട് കൃഷിഭവനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല മഹോത്സവം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, ജനപ്രതിനിധികളായ KPA റഷീദ്, ബിബിത മോഹൻ, മുനീറ അഷ്റഫ്, ലതാ സത്യൻ എന്നിവർ സംസാരിച്ചു. പൂക്കോട് കൃഷി ഓഫീസർ റിജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ഗുരുവായൂർ കൃഷി ഓഫീസർ ശശീന്ദ്ര സ്വാഗതവും തൈക്കാട് കൃഷി ഓഫീസർ VC റെജീന നന്ദിയും പറഞ്ഞു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കാർഷിക വിളകളുടെയും സ്റ്റാളുകൾ, കാർഷിക യന്ത്രങ്ങളുടെ സ്റ്റാളുകൾ, ബാങ്ക് ഓഫ് ഇന്ത്യ, കുടുംബശ്രീ, കർഷക രജിസ്ട്രേഷൻ കൗണ്ടർ, ഇൻസൈഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം, വിപണനം എന്നിവയും ഒരുക്കിയിരുന്നു. വിവിധ തരത്തിലുള്ള തൈകൾ, വളങ്ങൾ, വളർച്ചാ തുരകങ്ങൾ, ന്യൂഡോമോണോസ്, ട്രൈക്കോഡർമ, സമ്പൂർണ്ണ ഓർക്കിഡ് തൈകൾ, വിത്തുകൾ എന്നിവയുടെ വിൽപ്പന, തേനീച്ച കൃഷിയിലെ നൂതന പ്രവണതകളെക്കുറിച്ച് ക്ലാസ്, ഉച്ചയ്ക്ക് വിദ്യാർത്ഥികൾക്ക് കാർഷിക ക്യൂസ്, ബാങ്ക് ലോൺ വിപണനമേള, വൈകുന്നേരം കലാസന്ധ്യ എന്നിവയും തിരുവാതിര മഹോത്സവത്തിന് മാറ്റേകി. ADC കമ്മിറ്റി അംഗങ്ങൾ, കൃഷിക്കൂട്ടങ്ങൾ, ഫാർമേഴ്സ് ക്ലബ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വേലൂർ കുറുമാലിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ വാർഷികാഘോഷം നടന്നു. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമൽ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും സൗജന്യമായ ഡയാലിസിസ് ചെയ്യുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ട 2025-26 പുതിയ ഗുണഭോക്താക്കൾക്ക് ഫാദർ ഡേവിസ് ചെറമൽ അനുവാദപത്രം കൈമാറി. CEO യേശുദാസ് PP അധ്യക്ഷത വഹിച്ചു. ഫ്ലവർ ജോണി, സനോജ് ഗോപി, സിസ്റ്റർ സോഫി CJ, ജോണി വാഴപ്പിള്ളി, നീതു രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വ്യത്യസ്തങ്ങളായ നിരവധി കലാപരിപാടികളുടെ അവതരണവും ഉണ്ടായി. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തെ കുഴിയിലേക്ക് ചെരിഞ്ഞു. പൊന്നാനിയിൽ നിന്നും ചാവക്കാട്ടേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിൽ കാനയുടെ വശത്തേക്ക് ചെരിയുകയായിരുന്നു. ആർക്കും പരിക്കില്ല. പുന്നയൂർ പഞ്ചായത്തിൽ നടന്ന വിവിധ പദ്ധതികളിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിന് ശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടാറിംഗ് കഴിഞ്ഞ റോഡുകൾ ആഴ്ചകൾക്കകം പൊളിഞ്ഞത് അഴിമതിയുടെ ഭാഗമാണ്. മഴക്കെടുതിയിൽ വീടുകളിൽ വെള്ളം കയറിയ പാവപ്പെട്ട ജനങ്ങൾക്ക് പഞ്ചായത്തിൽ ക്യാമ്പ് അനുവദിക്കാതിരുന്നത് പ്രസിഡന്റിന്റെ ധിക്കാരമാണ്, CH റഷീദ് പറഞ്ഞു. അധികാരത്തിലേറിയാൽ തീരദേശവാസികൾക്ക് പട്ടയവും വീടിന് നമ്പറും അനുവദിക്കുമെന്ന് പറഞ്ഞ് 4.5 കൊല്ലമായിട്ടും ഒന്നും നടന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായും നമ്മൾ രണ്ടു കൂട്ടരും അല്ലാത്തൊരു കക്ഷിയുടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കരുതുന്നത് UDF-ന്റെ ശക്തി കുറക്കാൻ മൂന്നാം കക്ഷിക്ക് കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കി UDF-ന്റെ എണ്ണം കുറച്ച് സീറ്റുകൾ കുറച്ച് വീണ്ടും അധികാരത്തിൽ കയറി വരാമെന്ന് അല്ലെങ്കിൽ നിലനിർത്താനുള്ള വ്യാമോഹമാണെങ്കിൽ അതിനെയും മറികടക്കും. എല്ലാ വാർഡുകളെ അതിർവരമ്പുകളെ മാറ്റി തിരിച്ച് നിങ്ങൾ എഴുതിയ എല്ലാത്തിനും അപ്പുറത്തേക്ക് കടന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ കരുതേണ്ടതില്ല. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ IP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
എടക്കര ജുമാ മസ്ജിദിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. MV ഹൈദരലി, RP ബഷീർ, ഉമ്മർ മുക്കണ്ടത്ത്, അജിതൻ മച്ചിങ്ങൽ, MV ഷക്കീർ, CV സുരേന്ദ്രൻ, PK ഹസൻ, C മുഹമ്മദ് അലി, TK ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF പഞ്ചായത്ത് കൺവീനർ M കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി C അഷ്റഫ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ CPM നേതാവിന് പങ്കുണ്ടെന്നാരോപിച്ച് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സബ് ജയിലിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. BJP മുൻ ജില്ലാ പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ഗണേഷ് ശിവജി, പ്രതീഷ് ഐനിപ്പുള്ളി, വിനീത് കുറുപ്പേരി, വിനോദ് പുന്ന, സുവിൻ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന പ്രായമായവരും അവശത അനുഭവിക്കുന്നവരുമായ രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ OPയിലെത്താൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിൽ ഉപരോധ സമരം നടത്തി. 3 ആഴ്ച മുമ്പ് ഈ ആവശ്യമുന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം നൽകിയിരുന്നു. പിന്നീട് പല പ്രാവശ്യം ഈ ആവശ്യമുന്നയിച്ച് സൂപ്രണ്ടിനെ കണ്ടിരുന്നുവെങ്കിലും ഇതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, നേതാക്കളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, AU മനാഫ്, ബാലകൃഷ്ണൻ ആനച്ചം പറമ്പിൽ എന്നിവർ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി ഉപരോധിച്ചത്. നാളെ മുതൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കകം നേരിട്ട് OPയിലേക്ക് വാഹനത്തിലെത്തുന്നതിന് വേണ്ട സൗകര്യം നൽകാമെന്നും സൂപ്രണ്ട് ഉറപ്പു നൽകി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ആശുപത്രിയുടെ കാര്യത്തിൽ തികഞ്ഞ അവഗണനയാണ് MLA കാണിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആശുപത്രി വികസന സമിതി യോഗം കൂടിയിട്ട് 8 മാസമായി. ഇതുമൂലം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. രോഗികളെ പരിശോധിക്കുന്നതിനാവശ്യമായ ഡോക്ടർമാർ OPയിലില്ല. ഹൗസ് സർജൻമാരുടെ സേവനം നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ലഭിക്കുന്നില്ല എന്നും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 3 ആഴ്ച മുൻപ് ഇവിടുത്തെ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന് നമ്മൾ നിവേദനം നൽകിയിരുന്നു. അതിൽ പ്രധാനമായും നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഇവിടുത്തെ പ്രായമായി എത്തുന്ന രോഗികൾക്ക് ചികിത്സ ഡോക്ടറെ എളുപ്പത്തിൽ കണ്ട് മടങ്ങുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP തൈക്കാട് ഏരിയ കമ്മിറ്റി മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി. നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ ഗസ്റ്റ് ഹൌസ് വാടകയ്ക്കെടുത്ത കരാറുകാരൻ കുടിവെള്ളത്തിന് കരം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ നിയമ നടപടി സ്വീകരിക്കാതിരുന്നത് കരാറുകാരും ഭരണാധികാരികളും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് BJP പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ ആവശ്യപ്പെട്ടു. കോതക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ തൈക്കാട് സോണൽ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ സബീഷ് മുണ്ടന്തറ അധ്യക്ഷത വഹിച്ചു. ബിജു പട്ടിയാമ്പുള്ളി ആമുഖ പ്രഭാഷണം നടത്തി. രവി അനന്തപുരി, സുരേഷ് TK, ഗീതാനന്ദൻ, മനോജ് CS, വിജയൻ TK, ശശി മണിക്കര, മണികണ്ഠൻ, അനിൽ M തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV ശോഭ, ഡോക്ടർ KR ആതിര എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പൊന്നാട അണിയിച്ച് പൂച്ചെണ്ടുകൾ നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗങ്ങളായ അസീസ് PK, രാജീവ് വേണു, രമ ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, TS ശരത്ത്, സ്റ്റാഫ് നഴ്സ് ജോയ് CC ജോൺ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജസ്ന ജോസ്, KV വിനീത, MLSP നഴ്സുമാർ, ആശാപ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മധുര വിതരണവും ഉണ്ടായി.
ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് പോൾട്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയം അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സ് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുൻ MLA PA മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി സിജു പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, ആന്റോപോൾ, MM ഷംസുദ്ദീൻ, ബാലചന്ദ്രൻ പൂലോത്ത്, ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. UDF മണലൂർ നിയോജക മണ്ഡലം ചെയർമാൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, ചൂണ്ടൽ വായനശാല പ്രസിഡന്റ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ജോസ് പോൾട്ടി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിജ്ഞയുമായി കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിജ്ഞാ സദസ്സ് പൊതുപ്രവർത്തകനും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PG സുരേഷ്, AK ഷൈമിൽ, MM പ്രകാശൻ, ശശി വല്ലാശ്ശേരി, OP ജോൺസൺ, VA സുബൈർ, ശശികുമാർ പട്ടത്താക്കിൽ, AM ജവഹർ, രാജു പെരുവഴിക്കാട്ട്, പ്രമീള ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. BJP സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ വിരുദ്ധ നയങ്ങൾക്കെതിരെയായി ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ചൂണ്ടൽ പഞ്ചായത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം കൂലി 26,000 രൂപയും പെൻഷൻ 9,000 രൂപയുമായി നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൂണ്ടൽ പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത്. VK ഹരിദാസ് ക്യാപ്റ്റനായും VP ലീല വൈസ് ക്യാപ്റ്റനായും PT ജോസ് മാനേജറുമായുമുള്ള ജാഥ NCP സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണിൽ നിന്നാരംഭിച്ച ജാഥ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പട്ടിക്കരയിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം CPIM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ കമ്മിറ്റി അംഗം CJ ജിജു മാസ്റ്റർ, CITU ചൂണ്ടൽ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ CD വാസുദേവൻ, സൗന്ദർ രാജൻ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ തുടങ്ങി നിരവധി തൊഴിലാളികൾ ജാഥയിൽ പങ്കാളികളായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നവാഗത വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന വിജ്ഞാനോത്സവം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റാജു മുഖ്യപ്രഭാഷണം നടത്തി. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ 4 വർഷ ഡിഗ്രിയും സാധ്യതകളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ VP അനുശ്രീ, അക്കാദമി കോർഡിനേറ്റർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ, അഡ്മിഷൻ നോഡൽ ഓഫീസർ PP സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ MSF തൃശൂർ ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ ചാവക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കൊടുങ്ങല്ലൂർ അഴീക്കോട് പുത്തൻപള്ളിയിൽ നിന്നും സീതി സാഹിബിന്റെ ഖബറിടത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ പതാക കൈമാറി. പതാക ജാഥ സമ്മേളന നഗരിയിലേക്ക് പുറപ്പെടും. വൈകിട്ട് 5:30 ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 4-5 തീയതികളിൽ ചാവക്കാട് വെച്ച് നടക്കുകയാണ്. ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം പ്രമേയമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനം ചാവക്കാട് നടക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ കലാലയ രംഗത്തെ ഐക്യരാഷ്ട്രീയത്തിൻ്റെ വളർച്ച വളരെ വലുതാണെന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. തൃശ്ശൂർ ജില്ലയിലും അതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ കലാലയങ്ങളിൽ വലിയ മുന്നേറ്റമാണ് MSF. 5-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മണത്തലയിൽ നിന്നും ആരംഭിക്കുന്ന വിദ്യാർത്ഥി മഹാറാലി 6 മണിയോടുകൂടി സമ്മേളനം നഗരിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, ജനറൽ സെക്രട്ടറി CK നജാഫ്, സെക്രട്ടറി അൽ റസിൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, സെക്രട്ടറി PM അമീർ ഉൾപ്പെടെ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ RV അബ്ദുൾ റഹീം, ജനറൽ കൺവീനർ ആരിഫ് പാലയൂർ, ഭാരവാഹികളായ TK ഷഫീഖ്, CA സൽമാൻ,
മുഹമ്മദ് നാസിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേലൂർ പഞ്ചായത്ത് വെള്ളാറ്റഞ്ഞൂർ ചുങ്കം റോഡരികിലെ മരങ്ങളിലെ ചില്ലകൾ മുറിച്ചുമാറ്റി. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണമേകുന്നതിനായാണ് ചില്ലകൾ മുറിച്ചുമാറ്റുന്നത്. വെള്ളാറ്റഞ്ഞൂർ ചുങ്കം റോഡരികിലെ മരങ്ങൾക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഒട്ടുമിക്ക മരങ്ങൾക്കും പ്രായാധിക്യം കൊണ്ട് ചില്ലകൾ മുരടിച്ചവയാണ്. മഴക്കാലം എത്തിയാൽ ഈ റോഡിൽ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവ് കാഴ്ചയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം PWD കുന്നംകുളം സെക്ഷനാണ് പ്രവൃത്തി ചെയ്യുന്നത്. മരത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ക്രെയിൻ ഉപയോഗിച്ച് ചില്ലകൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തിയാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CF ജോയ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. വേലൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എരുമപ്പെട്ടിക്ക് പോകുന്ന റോഡാണ് ഇതിൽ. അതിൽ PWD റൂട്ടിൽ വലിയ മരങ്ങൾ നമുക്ക് നിന്നിരുന്നു. അത് നമുക്ക് നല്ലൊരു തണലൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഇവിടുത്തെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വലിയ വലുപ്പത്തിൽ വന്ന് KICBയുടെ ലൈനിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകളുടെ മുകളിലേക്കും വരികയും വലിയ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് വലിയ അപകടാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുൻപൊരു ബൈക്ക് യാത്രികൻ്റെ മുകളിലേക്ക് വളരെ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ പൊട്ടി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം PWD കുന്നംകുളം AEയുടെ സെക്ഷനാണ് ഇത്തരത്തിലുള്ള ഒരു ശിഖരങ്ങൾ മുറിച്ച് ജനങ്ങൾക്കിടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കുന്ന. അതുപോലെ ബ്ലാങ്ങാട് GFUP സ്കൂളിൽ കുസാറ്റും SSKയും കൈകോർത്ത് സ്റ്റാർസ് പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെ ക്രിയേറ്റീവ് കോർണർ സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വിവിധ തൊഴിൽ നൈപുണ്യത്തിലുള്ള പരിശീലന കളരിയാണ് അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്കായുള്ള ഈ പ്രവർത്തന പദ്ധതി. വാർഡ് കൗൺസിലർ KP രഞ്ജിത്ത് മുഖ്യ സന്ദേശം നൽകി. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു നിർവഹിച്ചു. BRC കോർഡിനേറ്റർ BG ചാക്കോ പദ്ധതി വിശദീകരണം നടത്തി. പുതുമയാർന്ന പ്രവർത്തന പരീക്ഷണങ്ങളിലൂടെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. പരിസ്ഥിതി ക്ലബിനു വേണ്ടി വിദ്യാലയ വികസന സമിതി കൺവീനർ CN പ്രസാദ് നവാഗതരായ കുട്ടികൾക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ വിതരണം ചെയ്തു. കൃഷി, ശാസ്ത്രം, ഗണിതം, ഭാഷ, കല, കായികം, ആരോഗ്യം, പ്രവൃത്തി പരിചയം, സൈക്കിൾ ക്ലബ് എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. PTA വൈസ് പ്രസിഡന്റ് PS കർണൻ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് CD വിജി സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി OJ ജാൻസി നന്ദിയും പറഞ്ഞു. ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ നൃത്തശില്പം അവതരിപ്പിച്ചു. പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തു. പ്രിൻസിപ്പാൾ V ശ്രീലേഖ, ഹെഡ്മിസ്ട്രസ് ബിന്ദു PK, പ്രോഗ്രാം ഓഫീസർ V സിമി, സൗഹൃദ കോർഡിനേറ്റർ ഹസീന, സുബാസ് എജോസ്, നാസർ PA, NSS ലീഡർ ഷാരോൺ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് പ്രിവിലേജ് കാർഡ് നൽകി. ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോ പാർക്കിലെ ഡ്രൈവർമാർക്കാണ് സൗജന്യ പരിശോധന നൽകുന്ന കാർഡ് നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അൻസാർ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. ട്രസ്റ്റ് അംഗങ്ങളായ ഹമീദ് പട്ടിശ്ശേരി, ഷാനവാസ്, ആയിഷ, ഷാക്കീർ, മൂസ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9,060 രൂപ, പവന് 72,450 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 119 രൂപ. ചരമം പെരുമ്പിലാവ് പൊറവൂർ കോട്ടപ്പുറത്ത് വളപ്പിൽ പരേതനായ അബുമകൻ മൂസ എന്ന് വിളിക്കുന്ന അബ്ദുൾ റഹ്മാൻ നിര്യാതനായി 54 വയസ്സായിരുന്നു. അവിവാഹിതനാണ്. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. നബീസ മാതാവും ബഷീർ, ഷക്കീർ, ആസിയ എന്നിവർ സഹോദരങ്ങളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വൻ അപകടം. KSRTC ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം.
പന്നിത്തടം അപകടം. KSRTCക്കെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും ആക്ഷേപങ്ങൾ. ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ ലഭിച്ചില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ. അപകടത്തെ തുടർന്ന് മറ്റൊരു ബസ് ലഭ്യമാക്കുന്നതിൽ KSRTC അധികൃതർ അലംഭാവം വരുത്തിയെന്ന പരാതിയുമായി യാത്രക്കാരും രംഗത്ത്. ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജൂലൈ 8 സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ്സുടമ സംഘടനകളുടെ കൂട്ടായ്മ ബസ്സുടമ സംയുക്ത സമിതി തീരുമാനിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. മുൻ നഗരസഭാ കൌൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് കാണിപ്പയ്യൂർ സ്വദേശി ലതാഭവനിൽ 65 വയസ്സുള്ള ശശികുമാറിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. ക്രൈസ്തവർ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ ഭക്തിസാന്ദ്രം. 1.5 ലക്ഷത്തോളം പേർ ദുഃഖാന ഊട്ടിൽ പങ്കെടുത്തു. ആർത്താറ്റും മറ്റത്തും നടന്ന തിരുനാൾ ശുശ്രൂഷകളിൽ നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.